ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ ക്യാമറ റിവ്യൂ, Canon EOS R6 II. ഇന്ന് വാങ്ങിയതേ ഉള്ളൂ. വിത്ത് ലെൻസ് 24-105 IS L സീരീസ് ലെൻസ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. സോ നമ്മുടെ R6 II 24-105 ലെൻസ്, ബാറ്ററി, കൂടെ കുറച്ച് യൂസർ മാനുവൽ കാര്യങ്ങൾ. ഹൂ കെയർസ്, റൈറ്റ്? സോ R6 Mark II കുറിച്ച് പറയുകയാണെങ്കിൽ Mark II R6 Mark II അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കനോണിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറ ലൈനപ്പിൽ വരുന്ന, മിറർലെസ് ഫുൾ ഫ്രെയിം ക്യാമറ ലൈനപ്പിൽ വരുന്ന ക്യാമറയാണ് R6 Mark II. ഇതിൻ്റെ ഒറിജിനൽ R6 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ അപ്ഗ്രേഡും ആയിട്ടാണ് R6 Mark II ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ളത്. അതിൽ മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയിലെ ഫ്രെയിം റേറ്റ് കൂടിയിട്ടുണ്ട്. ഒറിജിനൽ മാർക്ക് 1 R6 Mark I വന്ന് നിൽക്കുന്നത് 20 ഫ്രെയിം/സെക്കൻഡ് ആയിരുന്നു. ഇപ്പം നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള Mark II കിട്ടുന്നത് 40 ഫ്രെയിംസ്/സെക്കൻഡ് കിട്ടുന്നുണ്ട് ഹൈ ബേസ്റ്റിൽ. പിന്നെ വീഡിയോ മോഡിലാണെങ്കിൽ 4K 30 ഫ്രെയിംസ് ഉണ്ട്, 60 ഫ്രെയിംസ് ഉണ്ട്. അതേപോലെ 1080p എടുക്കുകയാണെങ്കിൽ 30, 60 അപ് ടു 180 ഫ്രെയിംസ്/സെക്കൻഡ് വരെ നമുക്കിപ്പോൾ ഇതിൽ വീഡിയോ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഓവറോൾ ഒരു അടിപൊളി ക്യാമറയാണ്. ഞാൻ ഒരുപാട് നാളായിട്ടുള്ള റിസർച്ചിന് ശേഷം എടുത്തതാണ്. എൻ്റെ മുമ്പത്തെ ക്യാമറാസും കനോൺ ലൈനപ്പിൽ തന്നെയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് മിറർലെസ് ക്യാമറയാണ് R6 Mark II. അതേപോലെ എൻ്റെ ഫസ്റ്റ് ഫുൾ ഫ്രെയിം സെൻസറാണ് R6 Mark II. ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ എല്ലാ ബോഡിയും ക്രോപ്പ് സെൻസറായിരുന്നു. കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കൂടുതലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഫുൾ ഫ്രെയിം എനിക്ക് യാതൊരു പ്രശ്നവും തന്നിരുന്നില്ല. കാരണം കൂടുതൽ ക്രോപ്പ് സെൻസർ എനിക്ക് യാതൊരു പ്രശ്നവും തന്നില്ലായിരുന്നു. അപ്പോൾ കാരണം കൂടുതൽ റീച്ച് നമ്മുടെ ക്രോപ്പ് സെൻസറിൽ കിട്ടും. 1.6 കാനോണിൽ 1.6 ക്രോപ്പ് ഫാക്ടർ. അതിപ്പോൾ 100 mm ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ 160 mm ഫോക്കൽ ഇത് കിട്ടും, ലെങ്ത് കിട്ടും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി. പക്ഷേ ഇപ്പം എന്തൊരു ഫുൾ ഫ്രെയിം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ്ലി ലോകം മിറർലെസ്സിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റക്ക് വിത്ത് മൈ ഓൾഡ് DSLR. സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. 2020 ഡിസംബറിലാണ് ഞാൻ ഈ ക്യാമറ എടുക്കുന്നത്. ആ ക്യാമറ എൻ്റെ ലാസ്റ്റ് ക്യാമറ എടുക്കുന്നത് Canon 90D എന്നുള്ള ക്യാമറയായിരുന്നു. ആബ്സല്യൂട്ട്ലി അമേസിങ് ക്യാമറ, യാതൊരു കംപ്ലയിൻറ്റും ഇല്ല പറയാൻ. ഇപ്പോൾ മിറർലെസ്സിൻ്റെ ഒരിത് വന്നതുകൊണ്ടും പിന്നെ മെയിൻലി EVF-ലൂടെ, അതായത് ഇതിലൂടെ നമ്മൾ നോക്കിയിട്ട് തന്നെ നമ്മുടെ എന്താണ് പറയുക, എക്സ്പോഷർ കോമ്പൻസേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ, അപ്പച്ചർ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ, ISO-യിൽ ഡിഫറൻസ് വരുത്തുമ്പോഴോ നമുക്ക് ഇതിലൂടെ നോക്കിയിട്ട് തന്നെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. മുമ്പാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് LCD-യിൽ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചേഞ്ചസ് ഇങ്ങനെ നോക്കിയിട്ട് മാത്രമേ ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷേ ഇത് EVF-ലൂടെ നമുക്ക് നോക്കിയിട്ട് ചേഞ്ചസ് വരുത്താം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒന്ന്. രണ്ടാമത്തെ ഐ ഡിറ്റക്ഷൻ പോലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ, പ്രത്യേകിച്ച് ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പക്ഷി അല്ലെങ്കിൽ മൃഗത്തിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫോട്ടോഗ്രാഫിയിൽ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ ആണ്. മെയിനായിട്ട് ഫോക്കസ് ആവുന്നത് ഐ ആണ്. മെയിനായിട്ട് ഫോക്കസ് ആവേണ്ടതും ഐ ആണ്. അപ്പോൾ കണ്ണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പുതിയ മിറർലെസ് ക്യാമറയിൽ ഐ ഡിറ്റക്ഷൻ ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓട്ടോ ഐ ഡിറ്റക്ട് ഫങ്ഷൻസ്. അതായത് നമ്മുടെ ഇപ്പോൾ സപ്പോസ് ഒരു ടൈഗറിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഐ ഫോക്കസ് ചെയ്ത് നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. മുമ്പത്തെ പോലെയല്ല, അത് ഓട്ടോമാറ്റിക്കായി ചെയ്യും. വീഡിയോസിലും അങ്ങനെ തന്നെ ഐ കറക്റ്റായിട്ട് ഫോക്കസ് ആവും. അങ്ങനെയുള്ള കുറേ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലെൻസിലോട്ട് വരികയാണെങ്കിൽ
ബൈ ദ വേ ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ പിന്നീട് ഇടാം. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഫുൾ റിവ്യൂ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെൻസിലോട്ട് വന്നാൽ 24-105 mm എൽ സീരീസ് ലെൻസാണ്. ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. എൽ സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് ലൈൻ ഇതിൽ കാണും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ ഗ്ലാസസ് വെരി ഹൈ ക്വാളിറ്റി ഗ്ലാസസ് ആയിരിക്കും. പിന്നെ അതേപോലെ വെതർ സീൽഡ് ആയിരിക്കും. ഫാസ്റ്റ് ഫോക്കസിങ് ഓൾ. എൽ സീരീസ് എന്ന് പറയുന്നത് RF ലെൻസിൻ്റെ അത് EF ലെൻസ്, അതായത് മുമ്പത്തെ DSLR ലെൻസ് ആയാലും ഇപ്പോഴത്തെ മിറർലെസ് ക്യാമറേൻ്റെ ലെൻസസ് ആയാലും എൽ സീരീസ് ലെൻസ് എപ്പോഴും സ്പീഡാണ്. പിന്നെ എന്ന് പറയുന്നത് 24-105 ഇത് F4 ആണ്. അതായത് അപ്പച്ചർ F4 ഫിക്സ്ഡ് അപ്പച്ചറാണ്. അതുകൊണ്ട് വെരി നൈസ്. F4 മതിയോ എന്ന് ചോദിച്ചാൽ ലോ ലൈറ്റ് സിറ്റുവേഷൻ നമുക്കധികം പോരാ. F4 F2.8 ഉണ്ട്. 24-70 F2.8 ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡബിളും ട്രിപ്പിളും ആണ് പൈസ. സപ്പോസ് ഇതിന് 1,00,000 രൂപ എന്ന് വിചാരിച്ചോ, അതിന് 2 ചില്ലറയൊക്കെ ആയിട്ടാണ് പൈസ. സോ ഇറ്റ്സ് വെരി ഹ്യൂജ്. പൈസ ഡിഫറൻസിൽ ഭയങ്കര ഡിഫറൻസാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് 24-105 ആണ്. അപ്പോൾ 24 ഇഞ്ചിൽ നമുക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇത് സൂം ചെയ്ത് 35 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 85 വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. F4 എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല. F4 വളരെ നല്ല ഒരു അപ്പച്ചർ ഇതാണ്. F2.8 അത്ര ബാക്ക്ഗ്രൗണ്ട് അധികം സോഫ്റ്റ് ആവില്ലല്ലോ. ഇപ്പം നമ്മുടെ സാംസങ് S സീരീസ് ഇതിൽ വരുന്നതും ആപ്പിളിലൊക്കെ വരുന്ന പോർട്രേറ്റ് മോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോഫ്റ്റ് ആവും, നമ്മൾ എടുത്തു കാണിക്കും. അതുപോലെ നല്ലവണ്ണം ബൊക്കെ എഫക്റ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും 2.8 4 എന്ന് നോക്കുകയാണ്. 4 ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ വളരെ നല്ലതാണ്. സോ മാക്സിമം നമുക്കിതിൽ 105 ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിലെടുക്കാൻ പറ്റും. ഇത് എക്സ്റ്റേണലി സൂമാണ്. അതായത് 24 ഇട്ടാൽ ഇത്രയൊക്കെ ഉള്ളൂ, 105 ഇത്രയൊക്കെ. പിന്നെ ഒരു ലെൻസ് ഹുഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി കാനോണിൻ്റെ LPE6N എന്ന് പറയുന്ന ഇതിലാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. 2000 ഫോട്ടോസ് ഇതിൽ എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം 2000 ഫോട്ടോസ് വരെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിപ്പെൻസ് ഇത് കംപ്ലീറ്റ്ലി മിറർലെസ് ആയതുകൊണ്ട് നമ്മൾ വ്യൂ ഫൈൻഡറിലേ നോക്കുന്നതും സ്ക്രീനിലേ നോക്കുന്നതും ഒക്കെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് നമ്മൾ എത്ര സമയം സ്റ്റാൻഡ് ബൈയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതും ബാറ്ററീൻ്റെ കൺസംഷനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ നമുക്ക് ബാറ്ററി ഇടാം. നമ്മുടെ ക്യാമറേൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ഓവറോൾ ഇത് കാണിച്ചു തരാം. ഇത് ഷട്ടർ അതായത് ഫോട്ടോ എടുക്കാനുള്ള ബട്ടറാണ്. ഇവിടെ ഒരു പ്രോഗ്രാം ഡയൽ മോഡ് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെയാണ് ഓൺ ഓഫ് ബട്ടൺസ് ഉള്ളത്. പിന്നെ യൂഷ്വൽ തിങ്സ്. ഇത് റൊട്ടേറ്റബിൾ ബെസിലാണ്. ഇവിടെയും റൊട്ടേറ്റബിളാണ്, ഇതും റൊട്ടേറ്റബിളാണ്. സോ നമുക്കതിൽ ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്യാം. ഞാൻ സാധാരണ ഇതിൽ അപ്പച്ചർ, ഇവിടെ ഷട്ടർ സ്പീഡ്, ഇവിടെ ISO, അങ്ങനെ 3 എണ്ണമാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പിന്നെ ഇതിന് മെയിനായിട്ട് ഇത് R6ൻ്റെ ബോഡിയിൽ നിന്നൊരു ഡിഫറൻസ് എന്ന് വന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ബട്ടണാണ്. ഈ ബട്ടൺ, ഇവിടെയുള്ള ബട്ടൺ, അത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ ടു വീഡിയോ സ്വിച്ച് ചെയ്യാനാണ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഓവറോൾ എനിക്ക് ക്യാമറ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് ഇതിൽ ഷൂട്ട് ചെയ്തു. 1-2 എൻ്റെ ഒരു 150-600 mm താമറോണ്ട് ഒരു ലെൻസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. സാധാരണ EOS R സീരീസ്, അതായത് നമ്മുടെ കാനോണിൻ്റെ മിറർലെസ് ക്യാമറകളിൽ തേർഡ് പാർട്ടി ലെൻസ്, അതായത് താമറോൺ, സിഗ്മ അങ്ങനെയുള്ള തേർഡ് പാർട്ടി ലെൻസസ് സെറ്റാവുന്നില്ല, ഓട്ടോ ഫോക്കസിന് കംപ്ലൈൻറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ
കംപ്ലീറ്റ്ലി ഡബിൾ മൈൻഡഡ് ആയിപ്പോയത് സോണിയിലോട്ട് മാറണോ. കാരണം ഞാനൊരു ലോങ് ടൈം കാനോൺ യൂസറാണ്. ഞാൻ മെനൂസ് സെറ്റിങ്സൊക്കെ നമ്മുടെ ഈ ഒരു ബട്ടൺ ലേഔട്ട് ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരും. കാരണം ഞാൻ കാനോൺ യൂസറാണ്, വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. അപ്പം ഞാൻ സോണിയിലോട്ട് മാറണോ എന്ന് ചിന്തിച്ചുകൊണ്ടുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു തേർഡ് പാർട്ടി ലെൻസ് ഇതിൽ ഫിറ്റ് ആവില്ല എന്നുള്ള കാര്യം, ഓട്ടോ ഫോക്കസ് ഇഷ്യൂസ് കാരണങ്ങളൊക്കെ വരുന്നത്. ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ 150-600 mm ക്യാമറ ലെൻസ് യൂസ് ചെയ്ത് നോക്കി. ഓട്ടോ ഫോക്കസിന് അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടാകുമ്പോൾ മനസ്സിലാവും. എന്തായാലും മഴക്കാലവും കൂടിയാണ്, അപ്പോൾ കുറച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോ ബേർഡ് ഫോട്ടോഗ്രാഫിയോ ഒന്ന് ട്രൈ ചെയ്യണം മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇഷ്യൂസ് എന്നെ കുറച്ച് നാൾ ഇത് ബോദർ ചെയ്തായിരുന്നു. പിന്നെ ഇതിലോട്ട് തന്നെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ലെൻസസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു അഡാപ്റ്റർ വെച്ചാൽ പഴയ ലെൻസുകൾ DSLRൻ്റെ ലെൻസ് ഇതിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഫൈനലി R6 Mark II ഡിസൈഡ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് R5 എടുത്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 1,00,000 സംതിങ് രൂപയുടെ 1,10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ പ്രൈസ് ബ്രാക്കറ്റിൽ എനിക്ക് ലെൻസും കൂടെ കിട്ടും. പിന്നെ ഇതിൽ 40 frames per second ഫോട്ടോ എടുക്കാൻ പറ്റും. അതിൽ 30 frames per second ആണ് ഫോട്ടോ, വിച്ച് ഈസ് വെരി ഗുഡ്. മോശം പറയുന്നതല്ല. എൻ്റെ മുമ്പത്തെ 90D 10 frames per second 12 frames per second ആണ്. സോ അത് കമ്പാരിറ്റീവ്ലി ട്രിപ്പിൾ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ 24 മെഗാപിക്സലാണ്. 24 മെഗാപിക്സലിൻ്റെ പുതിയ സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കാനോണിൻ്റെ ഇപ്പോൾ മിറർലെസ്സിലുള്ളതിൽ ഏറ്റവും വില കൂടിയ R3 ഉപയോഗിക്കുന്ന സെയിം 24 മെഗാപിക്സൽ സെൻസറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് നോർമൽ സെൻസറാണ്, മറ്റേത് സ്റ്റാക്ക് സെൻസറാണ്. അതുകൊണ്ട് കൂടുതൽ ടെക്നിക്കാലിറ്റിയിലോട്ട് പോകുന്നില്ല. സ്റ്റാക്ക് സെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സ്പീഡ് പെട്ടെന്ന് കൂടും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയും അല്ലെങ്കിൽ പെട്ടെന്ന് ഫോട്ടോ ഇങ്ങനെ മാറ്റുകയും ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചില മരങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ടാകും. സോണീൻ്റെ ക്യാമറസിലത് ഒരുപാട് ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ട്. സോണി A7 R5, പിന്നെ A7 IV, A7 III എന്നുള്ള ക്യാമറസിൽ ഞാൻ ഈ വോബ്ലിങ് ഇഷ്യൂസ്, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളോ അല്ലെങ്കിൽ പോളോ തൂണോ അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ക്രിക്കറ്റ് ഇങ്ങനെ ബാറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ബാറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ബെൻഡായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ R6 Mark IIനെ സംബന്ധിച്ചിടത്തോളം ആ ഇഷ്യൂസ് വളരെ വളരെ പരിമിതമായിരുന്നു. അപ്പോൾ ഇത് എടുക്കാനുള്ള എൻ്റെ ഉപബോധ മനസ്സ് എന്നെ കൂടുതൽ ഇതിലോട്ട് തള്ളി വിട്ടുകൊണ്ടിരുന്നു. സോ ഫൈനലി ഐ സെലക്റ്റഡ് ദിസ്. സോ ഇതിന് മുമ്പത്തെ എൻ്റെ ക്യാമറ ലൈനപ്പ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ക്യാമറ ലൈനപ്പ്. എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് കാനോണിൻ്റെ തന്നെ ക്യാമറയാണ്. അത് തമാശയായിട്ട് തോന്നുന്നുണ്ടാവാം, പക്ഷേ ഫിലിം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമറയായിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ ക്യാമറ. ഇതിൽ നമ്മുടെ 2 AA ബാറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കേണ്ട ഒരു ക്യാമറയാണ്. സോ f3.5 ഗ്ലാസ് ലെൻസ് മെയ്ഡ് ഇൻ ജപ്പാൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം എൻ്റെ 14-15 വയസ്സിലാണ് ഞാൻ വാങ്ങുന്നത്. കറക്റ്റായിട്ട് എത്ര പൈസയാണെന്നുള്ളത് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ DSLR വേൾഡിലോട്ടുള്ള എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് കാനോൺ 550D ആയിരുന്നു എൻ്റെ ആദ്യത്തെ ക്യാമറ. വെരി 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 ബേസിക് ക്യാമറ. പക്ഷേ എൻ്റെ അത്യാവശ്യമുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 1 lakh ഫോട്ടോസ് ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യകാലങ്ങളിലെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്ന ഒരു ക്യാമറയാണ്. ഞാൻ ഒട്ടും കുറ്റം പറയൂല. പിന്നെ ഇതിൽ ആദ്യം ഞാൻ വാങ്ങുമ്പോൾ ഒരു കിറ്റ് ലെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു 1855. പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതൊരു 70-300 mm ഇതാക്കി. വൈൽഡ് ലൈഫിൽ എൻ്റെ ആദ്യത്തെ ചുവട് വെപ്പ് എന്ന് പറയുന്നത് ആ ലെൻസായിരുന്നു.
സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ക്യാമറ. പിന്നെ 2020 ഞാൻ വാങ്ങിച്ച ക്യാമറയാണ് 90D, കാനോൺ 90D. ദിസ് ഇസ് എന്താ പറയുക, എ ബീസ്റ്റ്. APS-C സെൻസർ, അതായത് ക്രോപ്പ് സെൻസറുകളുടെ എന്താണ് ക്യാമറകളിലെ രാജാവ് ഇവനായിരുന്നു. അതായത് ഇതിന് മുമ്പ് വന്ന് 80D, 70D, 60D അതിൻ്റെയൊക്കെ എന്താണ് പറയുക പിൻതലമുറക്കാരനായി വന്ന 90D ആക്ച്വലി ഒരു ബീസ്റ്റായിരുന്നു. അതായത് നമ്മുടെ കാനോണിൻ്റെ എന്താണ് 7D Mark II ആ ഒരു സ്പെസിഫിക്കേഷൻസൊക്കെ ഏറെക്കുറെ ഇതിനുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കാനോൺ EOS R7 എന്ന് പറയുന്ന ക്യാമറ സെയിം സെൻസർ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയാണ്. ജസ്റ്റ് മിറർലെസ് ആണെന്നേ ഉള്ളൂ. പിന്നെ മിറർലെസ് ഞാൻ ഈ പറയുന്നുണ്ട്, DSLR മിറർലെസ്. സോ അതെന്താണെന്ന് അറിയാത്തവർക്ക് പറയാണ്. സോ ഈ ക്യാമറേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു മിറർ, കാണുന്നില്ലേ? ഓക്കെ, ആ മിറർ കംപ്ലീറ്റ്ലി മിറർലെസ് ക്യാമറയിൽ ഉണ്ടാവില്ല. മിറർലെസ് ക്യാമറയിൽ ഡയറക്റ്റ് സെൻസറാണ് വരുന്നത്. സോ DSLR ക്യാമറയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ മിറർ, ഇങ്ങനെയുള്ള മിറർ ഒന്ന് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടാകുമ്പോഴാണ് ഒരു ഫോട്ടോ എടുക്കുന്നത്. ഈ ഓപ്പൺ ക്ലോസ് സമയത്താണ് ഇതിലൂടെ വരുന്ന ലൈറ്റ്, അതായത് നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത് അത് സെൻസറിലോട്ട് പതിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇതിൽ ആ മിറർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഡയറക്റ്റ് ലെൻസിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ ഇതിലോട്ട് സെൻസറിലോട്ട് പതിഞ്ഞ് ഒരു ഫോട്ടോ ആയി കിട്ടുക. അതുകൊണ്ടാണ് വ്യൂ ഫൈൻഡറിൽ നമുക്ക് എക്സ്പോഷർ, അതായത് ഷട്ടർ സ്പീഡ്, അപ്പച്ചർ എന്ന് പറഞ്ഞ സാധനങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ആ കളറ് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണ് പറയുക, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് എൻ്റെ ആദ്യത്തെ, അതായത് ഇതിലിപ്പോൾ ബാറ്ററി ഇല്ല, പിന്നെ ഫിലിം വേണം ഫോട്ടോ എടുക്കാൻ. പ്ലസ് നിങ്ങൾക്കറിയാം ഇത് ഒരു ക്ലിക്കിലൊരു ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഫിലിം മാറി വരണം, അടുത്ത ക്ലിക്കിലെടുത്ത ഫോട്ടോ, ഫിലിം മാറി വരുന്നു, അടുത്ത ക്ലിക്കിലെടുത്ത ഫോട്ടോ, അങ്ങനെയാണ്. സോ അത് ഓക്കെ. പിന്നെ ഇത് നമ്മുടെ 550D. ഇത് ഞാൻ ഹയസ്റ്റ് കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിലാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഷട്ടർസ് ഇത് കാണാം. ഇത് എനിക്കൊന്ന് 6 ഫ്രെയിം പെർ സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ 90D, ഇത് ഞാൻ ഹൈ സ്പീഡ് കണ്ടിന്യൂസിൽ ഇട്ടേക്കുന്നുണ്ട്. ഇതിൻ്റെ ഇത് കേൾക്കാം, മെഷീൻ ഗൺ, എൻ്റെ ഫേവറേറ്റ്. I don't even want to try this. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് നോക്കാം. അതാ സെൻസർ. സോ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് കണ്ടിന്യൂസ് 40 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക്, ഇത് ഷട്ടർ ഇല്ലാത്തതുകൊണ്ട് ആ ചക്ക് 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 ആ സൗണ്ട് കേൾക്കില്ല. പക്ഷേ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, R6 Mark I ഉണ്ടായിരുന്നില്ല, പക്ഷേ Mark II ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഡേയ്, ഇപ്പം കേട്ടതാണ് ശരിക്കും മെഷീൻ ഗൺ, അതായത് ഒരു 40 ഫ്രെയിം പെർ സെക്കൻഡ്. ഓക്കെ, കുറച്ച് പണിയുണ്ട്, തമാശ കളിയല്ല, കുഞ്ഞു കളിയല്ല. കാതിനിമ്പമുള്ള സൗണ്ട്. സോ ഓഫ്. അപ്പോൾ അതാണ് നമ്മുടെ R6 Mark II, 90D, 550D, പിന്നെ ഒരു പഴയ SM111 ഫിലിം ക്യാമറ കാനോണിൻ്റെ. സോ ഇതാണ് എൻ്റെ അൺബോക്സിങ്, ചെറിയൊരു റിവ്യൂ, പിന്നെ എൻ്റെ കാനോൺ ലൈനപ്പ്. സോ താങ്ക് യു. കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം.
വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഷെയർ ചെയ്യാം. സോ എല്ലാവരും ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.